പഞ്ചദിന റമദാൻ മതപ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ടെൻഷൻ ഫ്രീ ലൈഫ് എന്ന വിഷയത്തെക്കുറിച്ചാണ്, അഥവാ ദുഃഖങ്ങളില്ലാത്ത ജീവിതം എന്ന വിഷയം. ടെൻഷൻ ഇന്ന് അതിവേഗം അതിശീഘ്രം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിശപ്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ലോകം അല്ലെങ്കിൽ ശാസ്ത്രം ഇന്ന് വിളിച്ചു പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു രോഗം വിഷാദമാണത്ര, അഥവാ ടെൻഷന്റെ മറ്റൊരു പരിച്ഛേദമാണ്, മറ്റൊരു ഭാഗധേയമാണ് ഈ വിഷാദം എന്നുള്ളത്. ലോകം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും ഒരുപാട് ആളുകൾ മാനസികമായി തകരാറുകളും മാനസികമായ വൈഷമ്യങ്ങളും സങ്കടങ്ങളും സഹിക്കാൻ കഴിയാതെ എവിടെയാണ് അഭയമെന്നും എവിടെയാണ് സമാധാനമെന്നും എവിടെയാണ് ശാന്തിയുടെ ഒരു തരി വെളിച്ചം ലഭ്യമാവുക എന്ന് ആലോചിച്ചുകൊണ്ട് തെരുവുകളോളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രാമാന്തരങ്ങളിലൂടെയും നഗരാന്തരങ്ങളിലൂടെയും മനുഷ്യന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എവിടെയാ സമാധാനം കിട്ടുക, എവിടെയാണ് സന്തോഷം ലഭിക്കുക, എവിടെയാണ് മനസ്സിനൊരു റാഹത്ത് ലഭിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ മനസ്സിന്റെ വേദന തീർക്കാൻ, തങ്ങളുടെ മനസ്സിന്റെ കത്തലും നടക്കാൻ, തങ്ങളുടെ മനസ്സിന്റെ എല്ലാ സങ്കടങ്ങളും ഒന്ന് വൈഷമ്യങ്ങളൊന്ന് തീർത്തു വെക്കാൻ, എവിടെയാണ് അഭയമെന്നും എവിടെയാണ് സന്തോഷം ലഭ്യമാവുക എന്നും ചിന്തിച്ചുകൊണ്ട് മനുഷ്യർ മുഴുവനും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമാധാനത്തിന്റെ ഒരു തരി വെളിച്ചത്തിന് വേണ്ടി ആൾ ദൈവങ്ങളുടെ മുന്നിൽ പോലും തലകുനിച്ച് നിൽക്കുകയാ. എത്രയോ പർദ്ദധാരികളായ മുസ്ലിം സഹോദരിമാർ പോലും ജ്യോത്സ്യന്മാരെ സമീപിച്ചു കൊണ്ടിരിക്കുകയാ. അതേപോലെയുള്ള പ്രശ്നക്കാരെ സമീപിച്ചു കൊണ്ടിരിക്കുകയാ. പ്രശ്നം വെക്കുന്ന ആളുകളെ സമീപിച്ചു കൊണ്ടിരിക്കുകയാ. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വിഷമങ്ങൾ തീർക്കാൻ അവിടെ ആശ്രയമുണ്ടോ, അവിടെ പരിഹാരമുണ്ടോ എന്നാലോചിച്ചു കൊണ്ടാണ് ആൾ ദൈവങ്ങളുടെ മുന്നിൽ പോലും പർദ്ദധാരികളായ സഹോദരിമാര് പോലും ക്യൂ നിൽക്കുന്നതെങ്കിലോ എത്രയോ മുസ്ലിം സഹോദരന്മാര് പോലും ആൾ ദൈവങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, സന്തോഷം എവിടെയാ, സമാധാനം എവിടെയാ, റാഹത്ത് എവിടെയാ, മാനസികമായ തൃപ്തി എവിടെയാ? ഇതെല്ലാം ലഭ്യമാകുന്ന ഒരു കേന്ദ്രമുണ്ടോ, സമാധാനം ലഭ്യമാകുന്നൊരിടമുണ്ടോ? അത് വിശുദ്ധമായ ഇസ്ലാം. അല്ലാഹു തആല മനുഷ്യരാശിയുടെ ഗുണത്തിന് വേണ്ടി, ആ മനുഷ്യരാശിയുടെ സത്യാസത്യ വിവേചനത്തിന് വേണ്ടി ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സമാധാനം നിറച്ചു വെച്ചിട്ടില്ലേ? അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടാണ് മാനസികമായ സമാധാനം ലഭ്യമാവുക എന്ന് 14 മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഇറക്കപ്പെട്ട വഹി മുഖേന നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആനിന്റെ ആ വരികളിലൂടെ പഠിപ്പിച്ചു തരുന്നില്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണേ, ബിദിക്രില്ലാഹ് അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടാ, അല്ലാഹുക്ക് ദിക്ർ ചൊല്ലൽ കൊണ്ടാ, അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവുക. അല്ലാതെ ഒരുപാട് മാനസികമായ സന്തോഷം ലഭ്യമാകുന്ന ഒരുപാട് കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സ്ഥായിയായ സന്തോഷം കിട്ടുമോ? ഇല്ല. ആൾ ദൈവങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിന്നാൽ സ്ഥായിയായ റാഹത്ത് കിട്ടോ? ഇല്ല. നിന്റെ സ്ഥായിയായ എല്ലാ റാഹത്തിന് വേണ്ടിയും നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരാനും നിന്റെ സകലമാന സമസ്യകൾക്കും പൂരണം കണ്ടെത്താൻ ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആനാ, അല്ലാഹുവിന്റെ കലാമാ, ഹബീബിന്റെ ചര്യയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചര്യകളെ അനുധാവനം ചെയ്യാതെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റാൻ മനുഷ്യർ മുന്നോട്ട് കടന്നു വന്നപ്പോ അവിടുന്ന് നഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് മനസ്സിന്റെ സമാധാനം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തതുപോലെ, അല്ലാഹുവിന്റെ ഹബീബ് വരച്ച് കാണിച്ചു വെച്ചതുപോലെ അതാ പാന്താവിലൂടെ സഞ്ചരിച്ചു
സഞ്ചരിക്കുകയാണെങ്കിലും മനസ്സിന് സമാധാനമുണ്ടോ, മനസ്സിന് റാഹത്തുണ്ടോ, മനസ്സിന് സന്തോഷമുണ്ടോ, ഇത് തിരിച്ചറിയുകയാണ് വേണ്ടത് ആധുനിക മുസ്ലിം. പക്ഷേ മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിം ബുദ്ധിജീവികൾ പോലും സമാധാനം ലഭ്യമാകുന്ന ഒരേ ഒരിടം അത് വിശുദ്ധമായ ഇസ്ലാമാണ്. ഇത് വെറുതെ പറഞ്ഞതാണോ? ആ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാനമെന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരാളുണ്ടല്ലോ, ബോളിവുഡ് രംഗങ്ങളിൽ തന്റെ നടന വൈഭവം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു നായകനുണ്ടല്ലോ. തന്റെ സിനിമാ ജീവിതത്തിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഒരു നടനുണ്ടല്ലോ. ആ നടന്റെ ശരിതെറ്റുകൾ നമുക്ക് ഇവിടെ മാറ്റിവെക്കാം. പക്ഷെ ആ നടനെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ടോ? 1-2 മാസങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യന് വിളിച്ചു പറഞ്ഞില്ലേ, എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ഖുർആൻ പഠിക്കാൻ തയ്യാറാകുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അമുസ്ലിം ബുദ്ധിജീവികൾ പോലും സമാധാനത്തിന്റെ ഒരു തരി വെളിച്ചത്തിന് വേണ്ടി ഖുർആൻ തുറന്നു വെക്കുകയാ, ഖുർആനിന്റെ വരികളിലൂടെ സഞ്ചരിക്കുകയാ. അവർക്കും മനസ്സിലായിട്ടുണ്ട് സമാധാനത്തിന്റെ സ്ഥായിയായ ഭാവം അത് വിശുദ്ധമായ ഖുർആനാ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം നാമധാരികളായ ആളുകളില്ലേ, ഞാൻ മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളില്ലേ, തട്ടമിട്ട് നടക്കുന്ന പെണ്ണുപോലും ഖുർആനിനെ വലിച്ച് ചീന്തുന്നത് കാണുമ്പോ മനസ്സ് വല്ലാതെ വേദനിക്കുന്നില്ലേ? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു TV ചാനലിന് കൊടുത്തൊരു അഭിമുഖത്തിലോ അതല്ലെങ്കിൽ ആ ചാനലിൽ വന്ന ഒരു പ്രോഗ്രാമിൽ ഒരു മുസ്ലിം പെൺകുട്ടി പറഞ്ഞില്ലേ, ഖുർആൻ ദൈവത്തിന്റെ ഗ്രന്ഥമല്ല, അത് കേവലം പുസ്തകമാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും വിശുദ്ധമായ ഖുർആൻ കേവലം പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് മെൻസസ് ഉള്ള നേരത്തിൽ തൊടാനും പാടില്ല പോലും എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിനെ പുച്ഛിക്കുകയാ, വിശുദ്ധ ഖുർആനിനെ അവഹേളിക്കുകയാ. അങ്ങനെയുള്ള പെണ്ണ്, നിന്നോട് പറയാനുള്ള മറുപടി എന്താണെന്നറിയോ? നിന്റെ കേവലം വിമർശനങ്ങൾ കൊണ്ട് തളരുന്നതല്ല ഖുർആൻ. വിമർശനത്തിന്റെ തീച്ചൂളയിൽ പടർന്ന് പന്തലിച്ചതാ. അതുകൊണ്ട് വെയിലത്ത് വാടുമെന്ന് കരുതണ്ട. ഈ ഖുർആനുമായി 7-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നപ്പോ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ലോകമാസകലം സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം പരന്നൊഴുക്കുന്ന വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അത് ഇറക്കപ്പെട്ട കാലങ്ങളിൽ പോലും ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ വിമർശനത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വെല്ലുവിളിച്ചില്ലേ? ഈ ഖുർആൻ കേവലം പുസ്തകമാണെന്ന് പറയുന്നുണ്ടോ? കേവലം ഗ്രന്ഥമാണെന്ന് പറയുന്നുണ്ടോ? ഇത് മനുഷ്യന് രചിച്ചതാണെന്ന് പറയുന്നുണ്ടോ? എങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹാ, ഇതിനോട് കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇതിനോട് കിടപിടിക്കുന്ന ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് 14 മുമ്പ് ഖുർആൻ വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി എന്നും പ്രോജ്വലിച്ചു നിൽക്കുകയാ. ആ വെല്ലുവിളി സ്വീകരിക്കാൻ, വെല്ലുവിളിക്ക് മറുപടി പറയാൻ, ഖുർആനിന് പകരമായിട്ടൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഇന്നേ വരെ ഒരാൾക്കും സാധ്യമായിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്, ഖുർആനിന്റെ സംരക്ഷണം നാമാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞതാരാണ്? രാജാതിരാജനായ അല്ലാഹുവാ. അതുകൊണ്ട് തന്നെ ഇത് തകരൂല, ഇത് പതറൂല, ഇത് അടിച്ചമർത്തപ്പെടൂല, ഇത് മാഞ്ഞു പോവുകയില്ല, ഇത് മറഞ്ഞു പോവുകയില്ല, ഇത് കാലയവനകൾക്കുള്ളിലേക്ക് എടുത്തെറിയപ്പെടുകയില്ല. ഇത് ജ്വലിച്ചു നിൽക്കും, പ്രോജ്വലിച്ചു നിൽക്കും. ലോകമാസകലമുള്ള സകലമാന മനുഷ്യ മനസ്സുകളിലേക്കും സമാധാനത്തിന്റെ പ്രകാശം പരത്തിയിട്ട് ലോകാവസാനം വരെ ഖുർആൻ നിറഞ്ഞു നിൽക്കുകയാ. ലോകം മൂലം മനസ്സിലാക്കി വരികയാണ്,
സ്ഥായിയായ സമാധാനത്തിന്റെ ഭാവം അത് വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ വരച്ച് കാണിക്കുന്ന ഇസ്ലാമിക ജീവിതമാണെന്നോ. ടെൻഷനില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വൈഷമ്യങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത സമാധാന സമ്പൂർണമായ ജീവിതം അത് വിശുദ്ധമായ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുഅ്മിനിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. മുഅ്മിനിന് ടെൻഷനില്ലാത്ത ജീവിതമുണ്ടോ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുകയാ, അല്ല ഉസ്താദേ, ടെൻഷനില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയോ? ദുഃഖമില്ലാത്ത ജീവിതം ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നോ? കാരണം ജീവിതമെന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണല്ലോ. ഒരു വേള ദുഃഖം കടന്നു വരികയാ, മറുവേള സന്തോഷം വരികയാ. ഇങ്ങനെ സുഖദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് ദുഃഖങ്ങളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത, ടെൻഷൻസ് ഇല്ലാത്ത ജീവിതം എങ്ങനെയാ കടന്നു വരിക എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലോ, ദുഃഖങ്ങളില്ലാത്ത ജീവിതമുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഇതിന്റെ മറുപടി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. ദുഃഖങ്ങളില്ലാത്ത ജീവിതമുണ്ടാകുമോ? ദുഃഖങ്ങളില്ലാത്ത, ടെൻഷൻസ് ഇല്ലാത്ത ജീവിതം ആർക്കെങ്കിലും സാധ്യമാകുമോ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ. വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. വഅൻതുമുൽ അഅലൗൻ. നിങ്ങൾ തന്നെയാ ഉന്നതന്മാർ, നിങ്ങൾ തന്നെയാ ഉജ്ജലന്മാർ, നിങ്ങൾ തന്നെയാ സമാധാനത്തിന്റെ ഉടമകളോ. എപ്പോൾ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിലോ, മുഅ്മിനാണോ ദുഃഖിക്കേണ്ടി വരില്ല, മുഅ്മിനാണോ ടെൻഷൻ അടിക്കേണ്ടി വരില്ല, മുഅ്മിനാണോ സങ്കടപ്പെടേണ്ടി വരില്ല. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാ. അതുകൊണ്ട് സമാധാന സമ്പൂർണമായ ജീവിതം സാധ്യമാവണോ? അവന് യഥാർത്ഥ ഇസ്ലാമിന്റെ പാന്താവിലേക്ക് കടന്നു വരികൽ മാത്രമാ പരിഹാരമായിട്ടുള്ളത്. ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുക എന്നതാണ് പരിഹാരം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ചോദ്യം മനസ്സിലേക്ക് വരും, അല്ല ഉസ്താദേ, മുഅ്മിനാണെങ്കിൽ ദുഃഖം വരൂല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മുഅ്മിനായി ഈമാനിന്റെ പ്രഭവയുമായി ജീവിച്ചു തീർത്ത ഒരുപാട് അനവധി നിരവധി പൂർവസൂരികളില്ലേ, അല്ലാഹുവിന്റെ ഔലിയാക്കളില്ലേ, മഹാന്മാരായ സ്വഹാബികളില്ലേ, മഹാന്മാരായ പ്രവാചകന്മാരില്ലേ, അവരല്ലേ ഏറ്റവും വലിയ ഈമാനുള്ളവരോ. പക്ഷെ അവരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷമ പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടില്ലേ, ഒരുപാട് വേദന അനുഭവിച്ചിട്ടില്ലേ, ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങിയിട്ടില്ലേ, ശരീരത്തെ പോലും കീറി മുറിക്കേണ്ടി വരുന്ന വേദനകളോ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലേ. പിന്നെങ്ങനെയാ മുഅ്മിനിന് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞതോ? മുഅ്മിനായിരുന്നിട്ട് പോലും അവരൊരുപാട് വേദന അനുഭവിച്ചിട്ടില്ലേ? ഈ ചോദ്യത്തിന്റെ മറുപടി